ഗുഡ് മോർണിംഗ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പൈലേഷൻ പ്രോസസ്സ് ഇൻ സി ആണ്. അതായത് നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം കോഡിനെ എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത് എന്നുള്ള കുറച്ച് സ്റ്റെപ്സാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയണം എന്താണ് കമ്പൈലേഷൻ എന്നറിയണം. ഇപ്പോൾ കമ്പൈലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഴ്സ് കോഡിനെ ഒരു ഒബ്ജക്റ്റ് കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുക. കൺവേർട്ടിങ് ദ സോഴ്സ് കോഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ്, ആ ഒരു പ്രോസസ്സിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുക. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? കമ്പൈലറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ കമ്പൈലർ എന്താ ചെയ്യുന്നത്? കമ്പൈലർ സോഴ്സ് കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എഴുതിയിട്ട് നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ കമ്പൈലർ എന്ത് ചെയ്യും? ആ കോഡ് എടുത്തിട്ട് ആ കോഡിൽ എന്തെങ്കിലും സിൻടാക്സ് എറർ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ എറർ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. അപ്പോൾ എറർ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എറർ കാണിക്കും. ഇപ്പോൾ ചെറിയ എററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലത് വാർണിങ്സിലൂടെ പോകുന്ന എറേഴ്സാണ്. വാർണിങ്സ് നമുക്ക് കാണിക്കാറുണ്ട്. ചിലത് വലിയ എററായിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യണം? നമ്മൾ തിരുത്തിയിട്ട് പിന്നെ വീണ്ടും നമ്മൾ കമ്പൈൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളെ പ്രോഗ്രാമിൽ എററൊന്നുമില്ല, എറർ ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഈ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കിയിട്ട് മാറ്റും. അതായത് മെഷീൻ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ താഴെ കൊടുത്തിട്ടുള്ള ഡയഗ്രാം നോക്കുക. അതിൽ ചെറിയ ഡയഗ്രാം അല്ല, ഒരു ചെറിയ പ്രോഗ്രാമാണ്. ആഷ് ഇൻക്ലൂഡ് stdio.h മെയിൻ എഴുതിയിട്ടുണ്ട്. പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ ഹെല്ലോ ജാവ ടി പോയിൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. റിട്ടേൺ 0 എന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? സോഴ്സ് കോഡാണ്. ആ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റിയതാണ് നമ്മൾ തൊട്ടപ്പുറത്ത് അത്രയും ബൈനറി ഡിജിറ്റ്സ് ആയിട്ട് കാണുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് നടക്കുന്നത്? കമ്പൈലേഷൻ നടക്കുന്നത്. അപ്പോൾ കമ്പൈലേഷൻ നടക്കുന്നത് ഇപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ഒറ്റ സ്റ്റെപ്പായിട്ട് തോന്നിയില്ലേ? പക്ഷെ ഒരിക്കലും അല്ല. അവിടെ 4 ഫേസസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു എക്സിക്യൂട്ടബിൾ ഫോമിലേക്ക് നമ്മൾ സോഴ്സ് കോഡിനെ മാറ്റുമ്പോൾ 4 ഫേസിലൂടെ പാസ് ചെയ്തിട്ടാണ് പ്രോഗ്രാം പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തത് പ്രീ പ്രോസസ്സർ, രണ്ടാമത് കമ്പൈലർ, മൂന്നാമത് അസംബ്ലർ, നാലാമത്തത് ലിങ്കർ. അപ്പോൾ ഇത്രയും ഫേസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഇത് അതിനെ കാണിക്കുന്ന ഒരു ഡയഗ്രമാണ്. അതായത് സോഴ്സ് കോഡ് ആദ്യം പോകുന്നത് പ്രീ പ്രോസസ്സറിലേക്കാണ്. പ്രീ പ്രോസസ്സറിലേക്ക് പോകുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സോഴ്സ് കോഡാണ്. ഔട്ട്പുട്ടായിട്ട് വരുന്നത് ഒരു എക്സ്പാൻഡഡ് കോഡാണ്. ആ എക്സ്പാൻഡഡ് കോഡ് ഔട്ട്പുട്ട് കമ്പൈലറിലേക്ക് ഇൻപുട്ടായിട്ട് പോവും. കമ്പൈലറിന് വരുന്ന കോഡ് പിന്നെ അസംബ്ലറിലേക്ക് പോകും, അസംബ്ലി കോഡ്. അവിടുന്ന് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കോഡ് ലിങ്കറിലേക്ക് പോകും. ലൈബ്രറി ഫങ്ഷൻസും വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റ് ഫയൽസ് ഉണ്ടെങ്കിൽ അതെല്ലാം ലിങ്കർ നമ്മൾ പ്രോഗ്രാം കോഡുമായിട്ട്, അതായത് നമ്മൾ ഒബ്ജക്റ്റ് കോഡുമായിട്ട് അറ്റാച്ച് ചെയ്യും. അത് ലിങ്കറിൻ്റെ ജോബാണ് വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ടബിൾ കോഡാക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സോഴ്സ് കോഡ് കമ്പൈൽ ചെയ്തിട്ട്, അതായത് ഇത്രയും സ്റ്റെപ്സിലൂടെ പോകുന്നുണ്ട്. അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റി ഒരു എക്സിക്യൂട്ടബിൾ കോഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്രയും ഫേസുകളിലൂടെ പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റത്തത് പ്രീ പ്രോസസ്സറാണ്. പ്രീ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ the source code is the code which is written in a text editor and the source code file is given as extension .c. നമ്മൾ സി പ്രോഗ്രാമിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അപ്പോഴാണ് നമ്മൾ കൂടുതൽ എക്സാമ്പിൾ എഴുതുക. അതായത് നമ്മളെ പ്രോഗ്രാം നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതി, എന്നിട്ട് എന്ത് ചെയ്തു? സാധാ നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് നമ്മളിങ്ങനെ പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ആ സോഴ്സ് കോഡിനെ നമ്മൾ എന്ത് എഴുതു? അതിന് ഒരു എക്സ്റ്റൻഷൻ കൊടുത്തു. ഇപ്പോൾ hello.c അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ആവറേജ് കാണാനുള്ളതാണെങ്കിൽ average.c എന്നോ അല്ലെങ്കിൽ sum.c എന്നോ എന്ത് പേരും നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ എക്സ്റ്റൻഷൻ എന്ത് കൊടുക്കുകയാണ്? .c. കാരണം സി പ്രോഗ്രാമിംഗ് ആണ്. അതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റൻഷൻ ഫയലിൽ ആ ഫയൽ എപ്പോഴും .cയിലായിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കയ്യിലുള്ളപ്പോഴത്തെ പ്രോഗ്രാം. സോഴ്സ് കോഡ് ഉണ്ട്, സോഴ്സ് കോഡിൻ്റെ ഫയൽ ഒരു പേരുണ്ട്, ആ പേരിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .c എന്നതാണ്. പിന്നെന്ത് ചെയ്യും? ഈ ഒരു സോഴ്സ് കോഡിനെ ഫസ്റ്റ് പാസ് ചെയ്യുന്നത് പ്രീ പ്രോസസ്സറിലേക്കാണ്. പ്രീ പ്രോസസ്സർ ഈ ഒരു സോഴ്സ് കോഡിനെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നീട് അതിനെ എക്സ്പാൻഡഡ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോഡിനെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഈ എക്സ്പാൻഡഡ് കോഡാണ് കമ്പൈലറിലേക്ക് പോകുന്നത്. അത് നമുക്ക് തൊട്ട് മുന്നത്തെ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും. സോഴ്സ് കോഡ് പ്രീ പ്രോസസ്സറിലേക്ക് പോകുന്നു, അവിടെ എക്സ്പാൻഷൻ നടക്കുന്നു കോഡിൻ്റെ, അത് എക്സ്പാൻഡഡ് കോഡായിട്ട് മാറി അതിനെയാണ് പിന്നെ നമ്മൾ കമ്പൈലർ എന്നുള്ളതിലേക്ക് പോകുന്നത്. രണ്ടാമത് നമ്മൾ കമ്പൈലർ ഫേസ്, ആ കമ്പൈലറിലെത്തി അവിടെ എന്ത് നടക്കുന്നു? ദ കോഡ് വിച്ച് ഈസ് എക്സ്പാൻഡഡ് ബൈ ദ പ്രീ പ്രോസസ്സർ ഈസ് പാസ്ഡ് ടു ദ കമ്പൈലർ.
കമ്പൈലർ എന്ത് ചെയ്യുന്നു, ഈ കമ്പൈലർ നമ്മൾ ഇപ്പോൾ ഉള്ള എക്സ്പാൻഡഡ് കോഡിനെ അസംബ്ലി കോഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദ കമ്പൈലർ കൺവേർട്സ് ദിസ് കോഡ് ഇൻ ടു അസംബ്ലി കോഡ്. കമ്പൈലറിൽ ഈ എക്സ്പാൻഡഡ് കോഡിനെ അസംബ്ലി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് സി കമ്പൈലർ പ്രീ പ്രോസസ്ഡ് കോഡിനെ അസംബ്ലി കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നും പറയാം. അതല്ലേ ഇവിടെ നടക്കുന്നത്. ഡയഗ്രാം നോക്കുക. എക്സ്പാൻഡഡ് കോഡ് നേരെ കമ്പൈലർ സ്റ്റെപ്പിലേക്ക് പോകുന്നു. കമ്പൈലർ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പാൻഡഡ് കോഡിനെ അസംബ്ലി കോഡാക്കിയിട്ട് മാറ്റുന്നു. കമ്പൈലറിൽ വരുന്ന ഔട്ട്പുട്ട് അസംബ്ലി കോഡാണ് അല്ലേ. ഈ അസംബ്ലി കോഡാണ് പിന്നീട് അസംബ്ലറിലേക്ക് പോകുന്നത്. നോക്കുക അടുത്ത സ്റ്റെപ്പ്. ദ അസംബ്ലി കോഡ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഒബ്ജക്റ്റ് കോഡ് ബൈ യൂസിങ് ആൻ അസംബ്ലർ. അപ്പോൾ അസംബ്ലറിലേക്ക് ഇൻപുട്ടായിട്ട് വന്നിട്ടുള്ള അസംബ്ലി കോഡിനെ ഒരു ഒബ്ജക്റ്റ് കോഡായിട്ട് കൺവേർഷൻ ചെയ്യുകയാണ് എവിടെ നടക്കുന്നത്, അസംബ്ലറിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അവിടെ അതിൻ്റെ സോഴ്സ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ മാറുന്നുണ്ട്. അപ്പോൾ നോക്കുക ഓരോ സ്റ്റെപ്പിലും മാറുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒരു നെക്സ്റ്റ് ഒരു ഡയഗ്രാം കൂടെ വരുന്നുണ്ട്, അവിടെ പറയും. ഇവിടെ എന്താ പറയുന്നത്, ദ നെയിം ഓഫ് ദ ഒബ്ജക്റ്റ് ഫയൽ ജനറേറ്റഡ് ബൈ ദ അസംബ്ലർ ഈസ് സെയിം ആസ് ദ സോഴ്സ് ഫയൽ. അപ്പോൾ നമ്മൾ സോഴ്സ് ഫയലിന് ഇപ്പോൾ hello.c എന്നാണെങ്കിൽ ഇവിടെയും അസംബ്ലറും ഉണ്ടാക്കിയിട്ടുള്ള ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയുന്നത് ഹലോ എന്ന് തന്നെ ആയിരിക്കും. അതിൻ്റെ എക്സ്റ്റൻഷനിലാണ് മാറ്റം വരുന്നത് അല്ലേ. എക്സ്റ്റൻഷനിലാണ് മാറ്റം വരുന്നത്. നെയിം, അതായത് ആ സോഴ്സ് ഫയലിൻ്റെ നെയിമും ഒബ്ജക്റ്റ് ഫയലിൻ്റെ നെയിമും ആ സെയിം തന്നെ ആയിരിക്കും, ഹലോ എന്ന് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആവറേജ് എന്ന് തന്നെ ആയിരിക്കും. എക്സ്റ്റൻഷനിൽ എന്താ വരുന്നത്, ദ എക്സ്റ്റൻഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഫയൽ ഇൻ ഡോസ് ഈസ് .obj. ഡോസിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .obj എന്നായിട്ടുണ്ടാവും. യുണിക്സിലാണെങ്കിൽ എക്സ്റ്റൻഷൻ o എന്നായിട്ടുണ്ടാവും. ഇഫ് ദ നെയിം ഓഫ് ദ സോഴ്സ് ഫയൽ ഈസ് hello.c. അപ്പോൾ നമ്മളെ സോഴ്സ് ഫയലിൻ്റെ നെയിം എന്ന് പറയുന്നത് hello.c ആണെങ്കിൽ ഒബ്ജക്റ്റ് ഫയൽ എന്തായിട്ടുണ്ടാവും, hello.obj എന്നായിട്ടുണ്ടാവും. അസംബ്ലറിലേക്ക് എത്തുമ്പോഴത്തേന് hello.obj എന്ന് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് അസംബ്ലറിൽ നടക്കുന്നത്. പിന്നെ ലിങ്കറാണ്. ലിങ്കർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലൈബ്രറി ഫങ്ഷൻസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒബ്ജക്റ്റ് കോഡിനെ ലൈബ്രറി ഫങ്ഷൻസ് സ്റ്റോർ ചെയ്ത് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുമ്പോഴത്തേന് എന്തായി .lib എന്നുള്ള എക്സ്റ്റൻഷനിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ ലിങ്കർ എന്നുള്ള ടേം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ലിങ്ക് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ്. അതായത് പല നമ്മളെ ഫയൽസിൻ്റെ പുറത്തുനിന്ന് ഉള്ള പല ലൈബ്രറി ഫയൽസും ഒക്കെ നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഒരു ഫങ്ഷനിങ് ചെയ്യുന്ന ആളാണ് ആര്, ലിങ്കർ എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാം. മെയിൻലി ഓൾ ദ പ്രോഗ്രാംസ് റിട്ടേൺ ഇൻ സി യൂസ് ലൈബ്രറി ഫങ്ഷൻസ്. ഒരുവിധ എല്ലാ പ്രോഗ്രാംസും ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. These library functions are pre-compiled and the object code of these library files is stored with .lib or .a extension. അപ്പോൾ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറി ഫങ്ഷൻസ് ഒക്കെ എന്താണ്, ഓൾറെഡി പ്രീ കമ്പൈൽ ചെയ്ത് വെച്ചിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇതിന് ഈ ലൈബ്രറി ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് .lib അല്ലെങ്കിൽ .a എക്സ്റ്റൻഷൻ വെച്ചിട്ടുമാണ്. ഇപ്പോൾ ഇവിടെ ഈ ലിങ്കറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു കമ്പൈൻ ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് ലൈബ്രറി ഫയൽസ് വിത്ത് ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് അവർ പ്രോഗ്രാം. നമ്മളെ പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് കോഡും ലൈബ്രറി ഫയൽസിൻ്റെ ഒബ്ജക്റ്റ് കോഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിങ്കർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേക സിറ്റുവേഷൻ പറയുന്നുണ്ട്. whenever program refers to the functions defined in other files. നമ്മളെ പ്രോഗ്രാം വേറൊരു ഫയലിലുള്ള, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വേറൊരു പ്രോഗ്രാമിന്, അതായത് വേറൊരു ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്, മീൻസ് അതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. ഇവിടെയാണ് ലിങ്കർ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഇറ്റ് ലിങ്ക്സ് ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് ദീസ് ഫയൽസ് ടു അവർ പ്രോഗ്രാം. ആ ഫയൽസിലുള്ള ഒബ്ജക്റ്റ് കോഡ്സിനെ എന്ത് ചെയ്യും, നമ്മളെ പ്രോഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ലിങ്കറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ലിങ്കറുടെ മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റ് കോഡിനെ മറ്റൊരു പ്രോഗ്രാമിൻ്റെ ലൈബ്രറി ഫയൽസുമായിട്ടോ അല്ലെങ്കിൽ മറ്റു ഫയൽസുമായിട്ടോ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നത്, ലിങ്കർ ഹെൽപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടുത്തെ ലാസ്റ്റ് പോയിന്റ്. ദ ജോബ് ഓഫ് ദ ലിങ്കർ ഈസ് ടു ലിങ്ക് ദ ഒബ്ജക്റ്റ് കോഡ് ഓഫ് അവർ പ്രോഗ്രാം വിത്ത് ഒബ്ജക്റ്റ് കോഡ് ഓഫ് ദ ലൈബ്രറി ഫയൽസ് ആൻഡ് അതർ ഫയൽസ്. ഏതുമായിട്ടാണോ ലിങ്കിങ് വരുത്തേണ്ടത് അതുമായിട്ട് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് ലിങ്കറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിരിക്കും. ലിങ്കർ കഴിഞ്ഞ് വരുന്ന ഔട്ട്പുട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിരിക്കും.
അപ്പോൾ അതിന് എന്തുണ്ടാവും, അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ഫയൽ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .exe ആയിരിക്കും. ദ നെയിം ഓഫ് ദ എക്സിക്യൂട്ടബിൾ ഫയൽ ഈ സെയിം ആസ് ദ സോഴ്സ് ഫയൽ. നെയിം എപ്പോഴും സെയിം ആയിരിക്കും. ഈ നെയിം എന്നത് ഉദ്ദേശിക്കുന്നത് ആ ഒരു സോഴ്സ് കോഡിന് നമ്മൾ കൊടുത്ത പേരില്ലേ, ഇപ്പോൾ ഹലോ എന്നുള്ള പേര് അതെപ്പോഴും സെയിം ആയിരിക്കും. അതിൻ്റെ എക്സ്റ്റൻഷൻസ് മാത്രമാണ് മാറുന്നത് കേട്ടോ. അപ്പോൾ ഡോസിലാണെങ്കിൽ എക്സ്റ്റൻഷൻ .exe ആയിട്ടുണ്ടാവും, യുണിക്സിലാണെങ്കിൽ .out എന്നായിട്ടുണ്ടാവും, ഫയൽ നെയിം a.out എന്നായിട്ടുണ്ടാവും, ക്യാൻ ബി നെയ്മഡ് ആസ് a.out. For example, if we use printf function in a program, then the linker adds its associated code in an output file. അത് അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ്. നമ്മൾ printf ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിങ്കർ അതിൻ്റെ അസോസിയേറ്റഡ് കോഡ് ഔട്ട്പുട്ട് ഫയലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലിങ്ക് ചെയ്യുന്നുണ്ട് എന്നതാണ്, ആഡ് ചെയ്യുന്നുണ്ട് എന്നത് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു ഡയഗ്രാം വരുന്നുണ്ട്. ആ ഒരു ഡയഗ്രാം കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒന്നും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നോക്കുക, ഇത് സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. hello.c, ഹലോ എന്നുള്ളത് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞു പ്രോഗ്രാം എഴുതി. ആശയങ്ങളോടെ stdio.h മെയിൻ എഴുതി, പ്രിൻ്റഫിൻ്റെ ഉള്ളിൽ ഹലോ എഴുതി, റിട്ടേൺ 0 ക്ലോസ് ചെയ്തു അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ അതെങ്ങനെയൊക്കെ പോവുക എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണോ. അപ്പോൾ ഫസ്റ്റത്തത് നമ്മൾ പ്രോഗ്രാം, നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം, നമ്മളതിന് പേര് കൊടുത്തിട്ടുള്ളത് hello.c എന്നാണ്. പിന്നെ ഏത് സ്റ്റെപ്പിലേക്ക് പോകും, പ്രീ പ്രോസസ്സറിലേക്ക് പോകും. പ്രീ പ്രോസസ്സറിലെ കോഡിന് എക്സ്പാൻഷനാണ് നടക്കുന്നത്. അപ്പോൾ എക്സ്പാൻഡഡ് സോഴ്സ് കോഡായി, അവിടെ എക്സ്റ്റൻഷൻ എന്തായി, hello.i ആയിട്ട് മാറി. അവിടുന്ന് ആണ് hello.i ആയിട്ട് മാറി. അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കമ്പൈലർ സ്റ്റെപ്പിലേക്കാണ്. കമ്പൈലർ ഫേസിലേക്ക് പോയി കമ്പൈലറിന് എക്സ്പാൻഡഡ് കോഡിനെ അസംബ്ലി കോഡാക്കി മാറ്റും എന്ന് പറഞ്ഞു. അവിടെ എന്തായി, എക്സ്റ്റൻഷൻ hello.s ആയി. അസംബ്ലി കോഡിൽ നിന്ന് പോകുന്നത് അസംബ്ലറിലേക്കാണ്. അസംബ്ലറിന് എന്ത് ചെയ്യും, ഈ അസംബ്ലി കോഡിനെ ഒബ്ജക്റ്റ് കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എക്സ്റ്റൻഷൻ എന്തായി, hello.obj എന്നായി. ഈ ഒബ്ജക്റ്റ് കോഡ് പിന്നെ നമ്മൾ അടുത്ത ഫേസിലേക്ക് പോകും, ലിങ്കറിൽ എന്താ നടക്കുന്നത്, ഈ ഒബ്ജക്റ്റ് കോഡിനെ എക്സിക്യൂട്ടബിൾ കോഡാക്കി മാറ്റുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിട്ട് മാറി, hello.exe ആയി. ഇപ്പോൾ അതെന്തായി, ഒരു എക്സിക്യൂട്ടബിൾ കോഡായിട്ട് മാറി. അവിടെ നിന്ന് എന്തായി, ലോഡറിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, പിന്നെ എക്സിക്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സാണ് കമ്പൈലേഷൻ എന്നുള്ള ഒരൊറ്റ ടേമിൽ വരുന്ന ഇത്രയും സ്റ്റെപ്സിലൂടെ പോയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ടുള്ള ഒരു ഡയഗ്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റെപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫയൽ ഇനി ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. hello.c ആയി, പിന്നെ hello.i ആയി. നമ്മൾ പ്രീ പ്രോസസ്സർ കഴിഞ്ഞിട്ട് പിന്നെ കമ്പൈലറിലേക്ക് വന്നു hello.s, പിന്നെ ഒബ്ജക്റ്റ് കോഡ് ആ സെയിം ആ ഒരു നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനെ പറയുകയാണ്. എക്സ്പാൻഡഡ് സോഴ്സ് കോഡ് കമ്പൈലറിൽ പോയി, കമ്പൈലറിൽ അസംബ്ലി കോഡായി, അവിടെ എക്സ്റ്റൻഷൻ .s ആയി, അസംബ്ലി കോഡ് പിന്നെ അസംബ്ലറിലേക്ക് പോയി, അവിടെ ഒബ്ജക്റ്റ് കോഡായി .obj ആയി. അവിടെ നിന്ന് എന്ത് ചെയ്തു, ലിങ്കർ എന്തെങ്കിലുമൊക്കെ ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്തിട്ട് ഒരു എക്സിക്യൂട്ടബിൾ ഫയലായി, എക്സ്റ്റൻഷൻ .exe ആയി. എന്നിട്ട് എന്ത് ചെയ്തു, എക്സിക്യൂട്ടബിൾ ഫയലിന് എക്സിക്യൂഷന് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു കമ്പൈലേഷൻ എന്നുള്ളൊരു പ്രോസസ്സിൽ നടക്കുന്നത്. താങ്ക് യു.